നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയായി എന്തു നൽകും നീ? പകരം വയ്ക്കാനെന്തുണ്ടീ ഭൂമിയിൽ? നിൻ സമ്പത്ത് മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? അതിലുള്ളതൊക്കെയും നശ്വരമാണെന്നറിഞ്ഞിടുവിൻ. ഈ ലോകവും അതിലുള്ളതൊക്കെയും നശ്വരമാണെന്നറിഞ്ഞിടുവിൻ. അല്പസുഖങ്ങൾ നൽകിയിടും ലോകം നാശത്തിൻ പാതകൾ തുറന്നു തരും. അനശ്വര സൗഭാഗ്യം നേടിയിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവിൻ. അനശ്വര സൗഭാഗ്യം നേടിയിടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുവിൻ. ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം. ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. സ്നേഹവാനായ പിതാവ്, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗ്ഗം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ആത്മാവൻ ദൈവമേ, ഈ തിരുവചന ഭാഗങ്ങൾ ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ, പഠിപ്പിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം 29-ാം വാക്യം. Lo, this only have I found, that God has made man upright, but they have sought out many inventions. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യൻ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ആമേൻ. മനുഷ്യൻ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യം ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുൻപിൽ ഇപ്പോഴും അതൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായത്തിൻ്റെ 4, 5, 6 തിരുവചന ഭാഗങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. Psalm chapter 8 verses 4, 5, 6. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്തുമാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവന് അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവൻ്റെ കാൽ കീഴിൽ ആക്കിയിരിക്കുന്നു. മനുഷ്യൻ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത് മനുഷ്യൻ ഒരു മൃഗമാണെന്നാണ്. എന്നാൽ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു മനുഷ്യൻ അമിതലാളന ലഭിച്ച ഒരു ബാലനാണെന്നാണ്. കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ കാൾ മാർക്സ് പറയുന്നു മനുഷ്യൻ എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു കണ്ണിയാണെന്നാണ്. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ തിരുവചന സത്യം പറയുന്നത് മനുഷ്യന് ദൈവികമായ ഒരു ഉന്നത വിളിയുണ്ട് എന്നാണ്. നാം രാജാക്കന്മാരാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നതും.
നാം ജീവിതത്തിൽ വാഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 8-ാം സങ്കീർത്തനത്തിൽ 3 തരം രാജാക്കന്മാരെ ആദാം, യേശുക്രിസ്തു, ദാവീദ് എന്നിവരിൽ വെളിപ്പെടുത്തുന്നു. ഒന്നാമത്, പിതാവായ ദൈവം നമ്മെ രാജാക്കന്മാരാകുവാൻ സൃഷ്ടിച്ചു. അതിൻ്റെ തെളിവ് ഉൽപ്പത്തി 1-ാം അധ്യായം 26, 27, 28 തിരുവചന ഭാഗങ്ങൾ ദൈവമക്കൾ വായിക്കണം. ദൈവം ആദാമിന് ഭൂമിയിന്മേലുള്ള പരമാധികാരം നൽകി. മനസ്സ്, ഹൃദയം, ഇച്ഛാശക്തി, ആത്മാവ് എന്നിവയോടുകൂടി ദൈവം നമ്മെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു. എന്നാൽ പാപം ദൈവ സാദൃശ്യം നമ്മിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ദൈവ സാദൃശ്യം നഷ്ടപ്പെട്ട മനുഷ്യന്റെ മനസ്സിൽ ദൈവിക ചിന്തകൾ വരാറില്ല. അവൻ്റെ വികാര വിചാരങ്ങളെല്ലാം പാപത്തിൽ പൊതിഞ്ഞവയാണ്. അവൻ്റെ ചിന്താശക്തി മത്സരബുദ്ധി നിറഞ്ഞതാണ്. അവൻ്റെ ആത്മാവ് ചത്തതാണ്. രണ്ടാമതായിട്ട്, പുത്രനായ ദൈവം നമ്മെ രാജാക്കന്മാരാകുവാൻ വീണ്ടെടുത്തു. എന്നോട് ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. രക്ഷിതാവായ ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖസംഭവം എന്തെന്നാൽ മനുഷ്യൻ ഒരടിമയെപ്പോലെ ജീവിക്കുന്നു. ഒരു പരമാധികാരിയായിട്ടല്ല. മത്സരം മൂലം മനുഷ്യന്റെ പരമാധികാരം നഷ്ടപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിന്റെ മരണം, ഉയിർപ്പ്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്നിവ മൂലം ആദാമിന് നഷ്ടപ്പെട്ടത് മാത്രമല്ല, അതിലും ഉപരിയായി മനുഷ്യന് ലഭിച്ചു. ഇതിനോടുകൂടി റോമാലേഖനം 5-ാം അധ്യായം ഒന്ന് വായിക്കണേ. നമ്മുടെ കർത്താവ് ഇപ്പോൾ ഭരിക്കുന്നു. ഒരു ദിവസം നാമും അവനോട് കൂടെ ലോകത്തിൽ ഭരിക്കും. നമ്മൾ രാജാവിൻ്റെ മക്കളാണ്. രാജാവിൻ്റെ മക്കളാകുമ്പോൾ നമ്മൾ ആരെപ്പോലെ ജീവിക്കണം? രാജകുമാരന്മാരും കുമാരികളുമായിട്ടാണ് ജീവിക്കേണ്ടത്. പക്ഷേ ഇന്ന് അടിമകളായിട്ടാണ് ജീവിക്കുന്നത്. ക്രിസ്തു നമ്മളെ എന്നേക്കുമായി സ്വതന്ത്രരാക്കി. പക്ഷേ മതം സമ്മതിക്കില്ല. മതത്തിന് മതത്തിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്. അവിടെ ആ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്നെ നിന്നെയും അടിമകളാക്കി വെച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. വൺസ് അപ്പോൺ എ ടൈം ഞാനൊരു അടിമയായിരുന്നു. ബട്ട് നൗ ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൽ രാജകീയ പുരോഹിതനാണ്. അതേ വിളി തന്നെയാണ് എന്നെ കേൾക്കുന്ന മകനെ, മകളെ നിനക്കുള്ളത്. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഭൂമിയിലെ ഒരു മനുഷ്യനും എൻ്റെ നിന്റെ മേൽ അധികാരമില്ല. സ്തോത്രം. വ്യർത്ഥമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ കീഴിൽ നിന്നെ തറച്ചിടാനായിട്ട് ഇവിടെ മതം നോക്കും. നീ പാപിയാണെന്ന് നിന്നെ പഠിപ്പിക്കും. നീ പിശാചിൻ്റെ അടിമകളാണെന്ന് പഠിപ്പിക്കും. അതുകൊണ്ട് വ്യർത്ഥമായ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്താൽ മാത്രമേ നിനക്ക് മോചനമുള്ളൂവെന്ന് പഠിപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, അവിടെ പോയി ഉടമ്പടി എടുക്കണം, ഇവിടെ ചാടി നടക്കണം, അവിടെ കിടന്ന് മുട്ടയഴയണം, അങ്ങ് ദൂരെ മല കയറാൻ പോകണം. സ്തോത്രം. ഇതൊന്നും കർത്താവ് പറഞ്ഞ കാര്യമല്ല. കർത്താവിന് സഞ്ചരിക്കാനായി ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ അഴിച്ചുകൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞു, ഇല്ലേ? കഴുത അഴിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഉടയവർ ചോദിക്കും, എന്തധികാരത്തിൽ ഇത് ചെയ്യുന്നോ? കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ക്രിസ്തുവാകുന്ന രാജാതി രാജാവ് കയറി സഞ്ചരിക്കാനുള്ള കഴുതകളാണ് നമ്മൾ ഓരോരുത്തരും, അടിമകളല്ല. സ്തോത്രം. കഴുതയെക്കുറിച്ച് പഠിക്കണം. മറ്റെല്ലാ മൃഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു മൃഗമാണത്. കുതിര പോലും അല്ല. എന്തുകൊണ്ട് കർത്താവ് കുതിരയെ തിരഞ്ഞെടുത്തില്ല? കഴുതയെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ക്രിസ്തുവിനെ ചുമക്കുന്ന കഴുതകളാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ അടിമകളാണ്. ക്രിസ്തുവിൽ നമ്മൾ സ്വതന്ത്രരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. മൂന്നാമത്, പരിശുദ്ധാത്മാവ് നമ്മെ രാജാവായി വാഴുവാൻ അഭിഷേകം ചെയ്ത്. എന്നോട് ചേർന്ന് സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്വം ദൈവത്തിൽ നിന്ന് വരുന്നു. ഗോലിയാത്തിനെ കൊല്ലുവാൻ ദാവീദിന് ശക്തി നൽകിയത് ദൈവാത്മാവാണ്. നിന്റെ മുൻപിൽ വരുന്ന എല്ലാ ഗോലിയാത്തിനെയും താഴെ ഇടാനായിട്ടുള്ള 5 കല്ല് നിന്റെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട്. ആയുധം എന്താണ് കയ്യിലിരിക്കണമെന്ന് മറന്നുപോകരുത്. തക്ക സമയത്തത് ഉപയോഗിക്കാൻ വേണം. ഹല്ലേലൂയ. നമ്മൾ ഒന്നുകിൽ പരമാധികാരികളാണ്, അല്ലെങ്കിൽ അടിമകളാണ്. ഇത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഒന്നുകിൽ നാം രാജാക്കന്മാരെ പോലെ ഭരിക്കും, അല്ലെങ്കിൽ പാപം നമ്മെ ഭരിക്കും. ഹല്ലേലൂയ. ദൈവാത്മാവൻ എന്താണ് നമ്മളെന്ന് ആഗ്രഹിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം കർത്താവിനെ അനുകരിക്കാൻ. നാം ഒരിക്കലും അടിമകളെപ്പോലെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മതം അങ്ങനെയല്ല. മതത്തിനിവിടെ വളരണമെങ്കിൽ നിന്നെ അടിമയാക്കി വെച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ.
ആ മതത്തിൻ്റെ അധികാരികൾക്ക് രാജാക്കന്മാരെ പോലെ ജീവിക്കണമെങ്കിൽ മകനെ മകളെ നീ പാപത്തിന് അടിമയായിട്ട് വേണം ജീവിക്കാൻ. എങ്കിൽ മാത്രമേ നിർച്ചപ്പെട്ടിയിൽ കാശ് കുമിക്കുകയുള്ളൂ. നാം ഒരിക്കലും അടിമകളെപ്പോലെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം രാജാക്കന്മാരെ പോലെ ജീവിക്കണം. നമ്മുടെ ചുറ്റുപാടുകളെയും മനോവികാരങ്ങളെയും നാം ഭരിക്കണം. നമ്മുടെ ജീവിതത്തെ ഭരിക്കുവാനായി ക്രിസ്തുവിനെ രാജാതിരാജാവായി നാം ഹൃദയത്തിൽ സ്വീകരിക്കണം. ആ രാജാവിൽ മാത്രം ആശ്രയിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നിഷ്കളങ്കരായിട്ടാണ്, നിർമ്മലരായിട്ടാണ്. ആ ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതെ അവൻ്റെ വരവിനായി വിശുദ്ധിയോടെ അടിമകളാകാതെ മക്കളായി, രാജാവിൻ്റെ മക്കളായി തന്നെ നമുക്ക് ജീവിക്കാം. ഹൃദയത്തിൽ ഒരു ചെറിയ തീരുമാനം, ഒരു പ്രത്യേക സാഹചര്യത്തിനോ വികാരത്തിനോ നമ്മൾ അടിമകളായി കാണപ്പെടുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ യാഗം മൂലം നാം ഇനി ഒരിക്കലും ലോകത്തിന് അടിമകളായി ജീവിക്കരുത്. എന്നേക്കുമാണ് ഏകയാഗത്താൽ, എബ്രായലേഖനം 10-ാം അധ്യായം വായിക്കണം, നമ്മളെ അവിടുന്ന് പരിപൂർണരാക്കി. പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ല. സ്തോത്രം. വളരെ വ്യക്തമായിട്ട് ആ തിരുവചന ഭാഗം മനസ്സിലാക്കണം. നമ്മൾ എന്നേക്കുമായി അവിടുന്ന് പൂർണ്ണരാക്കിയെന്നാ പറയുന്നേ. ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ ശക്തിയെ അവകാശം പറയൂ. ഒരു രാജാവിനെ പോലെ ജീവിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ തിരുവചനം ധ്യാനിക്കുവാനും പഠിക്കുവാനും ആത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി തിരുക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ എന്നേക്കുമായി ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കി, രാജാക്കന്മാരും ക്രിസ്തുവിൽ അവിടുന്ന് ഞങ്ങളെ എന്നേക്കുമായി സ്വതന്ത്രരാക്കി, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കി, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് അവിടുത്തെ മക്കളാക്കി മാറ്റിയതിനായി സ്തോത്രം. ആ സൗഭാഗ്യത്തിൽ നിന്റെ വരവോളം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കൾ ഈ ലോകത്തെ അനുരൂപരാകാതെ മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കാൻ മക്കളെ സഹായിക്കണം. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണം. അവർ പഠിക്കുന്ന സ്കൂളിലും കോളേജിനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിൻ്റെ ദുഷ്ടശക്തികളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കളുടെ മേൽ പകരണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യാശയോടെ അവിടുത്തെ വരവിനായി ഹല്ലേലൂയ കാത്തിരിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണം. ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും ഒരു പൂർണ്ണ സൗഖ്യവും വിടുതലും കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വയലുകളിൽ മാവുഴക്കുന്ന തൊട്ടിയെ, ഞങ്ങളുടെ ബിസിനസ്സിനെ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രമപ്പ. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടുവിശുദ്ധരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഈ തരണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവി അവിടുന്ന് ഞങ്ങൾക്കായി തന്നിരിക്കുന്ന പദവി മറന്നുപോകാതെ ആ പദവിയിൽ തന്നെ ജീവിക്കാൻ അവിടുന്ന് അവരെ സഹായിക്കണം. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇറാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ആ രാജ്യം നിന്റെ രാജ്യമായി മാറുവാൻ അവകാശമായി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യുദ്ധക്കെടുതിയിൽ നീറുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ സമർപ്പിക്കുന്നു. അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചൈനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉക്രൈനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റഷ്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പ. പ്രാർത്ഥനയാചനം കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. ഈ ജീവിതം ദൈവത്തിൻ ദാനം, അവിടുത്തെ നാമം പുകഴ്ത്തിടുവിൻ. വരുവാനിരിക്കുന്നതൊന്നുമേ നമ്മൾ അറിയുന്നില്ലെന്നോർത്തിടണം. സർവം ഭരിക്കുന്ന ദൈവത്തിൻ മുൻപിൽ ജീവനും ആത്മാവും സമർപ്പിച്ചിടാം. സർവം ഭരിക്കുന്ന ദൈവത്തിൻ മുൻപിൽ
ആത്മാവും സമർപ്പിച്ചിടാം. ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം? ആത്മാവിൻ വിലയായി എന്തു നൽകും നീ? പകരം വയ്ക്കാനെന്തുണ്ടീ ഭൂമിയിൽ? നിൻ സമ്പത്ത് മുഴുവനോ ലോകത്തെ തന്നെയോ പകരം നൽകിയിടുകിൽ മതിയാകുമോ? ലോകം മുഴുവൻ നേടിയാലും നിന്നാത്മാവ് നശിച്ചാലെന്തു ഫലം?